മെസ്സിയും മറഡോണയും റൊണാൾഡോയും റൊമാരിയോയും സാവിയും എറ്റോയും ഒന്നിച്ച് ലോക ഫുട്ബോളിന്റെ രാജാക്കന്മാർ നിറഞ്ഞാടിയ വേദിയാണ് ബാഴ്സലോണ FC-യുടെ ഹോം ഗ്രൗണ്ടായ ക്യാമ്പ് നൗ. 100 വർഷത്തിലേറെയായി ലോകമെമ്പാടുമുള്ള ആരാധകരുടെ ഹൃദയമിടിപ്പുകൾ ഉയർത്തിയ ഈ ക്ലബ്ബ് ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതും ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന സ്പോർട്സ് ടീമുമാണ്. 1954 നിർമ്മാണം ആരംഭിച്ച് 1957 ഉദ്ഘാടനം ചെയ്ത ക്യാമ്പ് നൗ 99,000-ലധികം ഇരിപ്പിടങ്ങളോടെ യൂറോപ്പിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമായിരുന്നു. നവീകരണത്തിന് ശേഷം ഇത് ഇപ്പോൾ 1.05 ലക്ഷം ഇരിപ്പിടങ്ങളുള്ള അതിശയകരമായ സ്റ്റേഡിയമായി മാറിയിരിക്കുന്നു. 1899 ജോവാൻ ഗാംബറുടെ നേതൃത്വത്തിൽ സ്വിസ്, കറ്റാലൻ, ജർമ്മൻ, ഇംഗ്ലീഷ് കളിക്കാർ ചേർന്നാണ് ബാഴ്സലോണ ക്ലബ്ബ് സ്ഥാപിതമായത്. സ്ഥാപിത കാലം മുതൽ യൂറോപ്പിലെ മറ്റു ടീമുകളെക്കാളും കൂടുതൽ ലോകകപ്പ്, ചാമ്പ്യൻസ് ലീഗ്, ലാ ലിഗ കിരീടങ്ങൾ ലഭിച്ചതിലും ബാഴ്സലോണ മുന്നിലാണ്. സ്റ്റേഡിയം സന്ദർശനം ക്ലബ്ബ് മ്യൂസിയത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ചാമ്പ്യൻസ് ലീഗുകൾ, ലാ ലിഗ, ഫിഫ ക്ലബ്ബ് കപ്പുകൾ ഉൾപ്പെടെയുള്ള ട്രോഫികൾ, ഇന്ററാക്റ്റീവ് ചരിത്ര ദൃശ്യങ്ങൾ, ലെജൻഡറി കളിക്കാരുടെ ഓർമ്മ വസ്തുക്കൾ എന്നിവ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. മെസ്സിയുടെ ഗോൾഡൻ ബൂട്ടുകളും ബാലൻ ഡി ഓറുകളും ഐതിഹാസിക ഗോളുകളുടെ ഡിസ്പ്ലേയും സന്ദർശകരുടെ പ്രത്യേക ആകർഷണമാണ്. 2021 നിറകണ്ണുകളോടെ ബാഴ്സ വിട്ട മെസ്സിയുടെ മടങ്ങിവരവ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. റിയൽ മാഡ്രിഡുമായുള്ള എൽ ക്ലാസിക്കോ മത്സരത്തിന്റെ ചരിത്രവും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. കലാപ്രേമികൾക്ക് മിറോയുടെ പ്രശസ്ത പെയിന്റിങ്ങും സ്റ്റേഡിയത്തിലെ ആർട്ട് ശേഖരവും മറ്റൊരു അനുഭവമാണ്. യോഹാൻ ക്രൈഫ് ആണ് ബാഴ്സയുടെ ടിക്കി ടാക്ക ശൈലി പാരമ്പര്യം ഒരുക്കിയ ദീപ്ത വ്യക്തിത്വം. സ്റ്റേഡിയം ഫുട്ബോളിനൊപ്പം മറ്റു വലിയ പരിപാടികൾക്കും വേദിയായിരുന്നു. 1982 മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമന്റെ കുർബാന അതിലൊന്നാണ്. കാറ്റലോണിയയുടെ ദേശീയ അഭിമാനത്തിന്റെ ചിഹ്നമായി കറ്റാലൻ പതാകയും ഭാഷയും സ്വതന്ത്രമായി ആഘോഷിക്കാനാകുന്ന അപൂർവ സ്ഥലമാണ് ക്യാമ്പ് നൗ.